ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 115 BAC ഡിഫോൾട്ട് ടാക്സ് റെജിമിന്റെ ഫൈനൽ പാർട്ടാണ്. ചില ഡിഡക്ഷൻസ് ഒന്നും സെക്ഷൻ 115 BAC ഡിഫോൾട്ട് ടാക്സ് റെജിം ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇൻഡിവിജ്വൽ സെക്ഷൻ 115 BAC ആണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ഡിഡക്ഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അത് എന്തൊക്കെ ഡിഡക്ഷൻസ് ആണെന്നാണ് നമ്മൾ വിശദമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഇപ്പൊ നിങ്ങൾക്ക് ഇൻകം ടാക്സിലോ GST ഒക്കെ അമെന്റ്മെന്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മുടെ ICMA സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ആദ്യം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റ് എടുക്കുക. എല്ലാവർക്കും അറിയാം ICMA.in അടിച്ചാൽ മതി, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റ് കിട്ടും. അതിൽ നിന്ന് സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്യാം. സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ പോയാല് ഇവിടെ CMA സിലബസ് 2022 ആണ്. ക്ലിക്ക് ചെയ്യാം. CMA 2022 സിലബസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും താഴെ പോയാൽ നിങ്ങളുടെ കുറെ കാര്യങ്ങൾ CMA 2022 സിലബസിൽ സർക്കിൾ ഉണ്ടാവും, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ എടുക്കുക. ഓക്കെ, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ CMA സ്റ്റഡി മെറ്റീരിയൽ 2022. എന്നിട്ട് വീണ്ടും താഴെ പോയാൽ ഇങ്ങനെ ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറീസ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അമെന്റ്മെന്റ്സും കാര്യങ്ങളാണ് അറിയേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക? സപ്ലിമെന്ററി ഫോർ ജൂൺ 2024 എക്സാമിനേഷൻ. ഓക്കെ, അതിൽ നിങ്ങൾക്ക് വീണ്ടും അടിയിൽ പോയാൽ നിങ്ങൾക്ക് ഏത് പേപ്പറാണോ വേണ്ടത്? ഇപ്പൊ ഡയറക്ട് ടാക്സ് എടുക്കുക. ഡയറക്ട് ടാക്സ് എടുത്താൽ എല്ലാ അമെന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. പക്ഷെ ഇത് കുറച്ചും കൂടി എന്താ പറയാ, ഫുള്ളും ഓക്കെ നോക്കാം. വേണ്ടില്ല, അപ് ടു 3 lakh ടാക്സ് ഇല്ല. പിന്നെ വരുന്ന 3 lakh തൊട്ട് 6 lakh വരെ 5% കണ്ടില്ലേ? ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ബേസിക് എക്സംഷൻ എത്രയായിട്ട് കൂട്ടി? 3 lakh ആയിട്ട് കൂട്ടി. ഓക്കെ, 87A റിബേറ്റ് ഈ സ്കീം ഓപ്റ്റ് ചെയ്യുന്നവർക്ക് മാക്സിമം 25,000 അല്ലെ? മാർജിൻ റിലീഫിനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്, കണ്ടില്ലേ? ടോട്ടൽ ടാക്സ് ഓൺ ഇൻകം, ടോട്ടൽ ഇൻകത്തിന്റെ മേലെ ടാക്സ് കണ്ടുപിടിക്കുക. എക്സസ് ഓഫ് 7 lakh ലെസ് ചെയ്തിട്ട് പോസിറ്റീവ് ഫിഗർ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ മാർജിൻ റിലീഫ് കിട്ടും അല്ലെ? യെസ്, പഠിച്ചിരുന്നു. ഇനി 87A പ്രകാരം ഓക്കെ, സർചാർജ്, റിബേറ്റ് അല്ല, റിബേറ്റ് കഴിഞ്ഞാൽ സർചാർജ് പറഞ്ഞിരുന്നു മാക്സിമം 25% ഓക്കെ, ഇവിടെ പഠിച്ചിരുന്നു. പിന്നെ ഓൾഡ് റെജീമിനെ പറ്റിയിട്ട് എന്തെങ്കിലും മാറ്റം വന്നിട്ടോ നോക്കാം. ഓൾഡ് റെജീം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള റെജീം, ആദ്യത്തെ 5 ലക്ഷത്തിന് ടാക്സ് ഇല്ല. പിന്നെ വരുന്ന 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ 20%. മോർ ദാൻ 10 lakh ആയാൽ 30%. ഒരു ചേഞ്ചും ഇല്ല. ഇല്ലല്ലോ, ഇല്ല. പിന്നെ സീനിയർ സിറ്റിസൺ എന്ന് പഠിച്ചു. ഓക്കെ, സൂപ്പർ സീനിയറും ഉണ്ട്. പിന്നെ റിബേറ്റ് എത്ര കിട്ടുക? 12,500 കിട്ടും. 87A പ്രകാരം റിബേറ്റ് മാക്സിമം 12,500 കിട്ടും. അപ്പൊ ഏതിലാണ് 25,000 കിട്ടുക? 115BAC ഡിഫോൾട്ട് ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുന്നവർക്കാണ് മാക്സിമം 25,000 കിട്ടുക. സാധാരണ നോർമൽ ആണെന്നുണ്ടെങ്കിലോ 12,500. സർചാർജോ മാക്സിമം 37%. 115BAC ഓപ്റ്റ് ചെയ്തവർക്കോ മാക്സിമം 25%. ബാക്കി കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. ഇനി നിങ്ങൾ കുറച്ചുകൂടി പ്രൊഫഷണലിസം കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ പോവാം. ഓക്കെ, ഇത് ടാക്സിന്റെ സൈറ്റ് ആണ്. അവിടെ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇൻകം ടാക്സിന്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കാണാം ഫിനാൻഷ്യൽ ആക്ട് 2024 സെക്ഷൻ വൈസ് കണ്ടന്റ്. ഓക്കെ, ഇങ്ങനെ പോകുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് എന്ന് കാണാം. ഇൻകം ടാക്സ് ആക്ട് എന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. സോ ആക്ട് ക്ലിക്ക് ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് നിങ്ങൾക്ക് വരാം. സെക്ഷൻ വൈസ് ഉള്ള കാര്യങ്ങൾ, അമെന്റ്മെന്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സെക്ഷൻ 1 എന്താണ്, സെക്ഷൻ 2 എന്താണ്, സെക്ഷൻ 3 എന്താണ് അല്ലെ? സെക്ഷൻ 2 ഫുള്ള് ഡെഫിനിഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഏത് സെക്ഷൻ ആണ് വേണ്ടത്? സെക്ഷൻ 115BAC പറ്റിയിട്ടല്ല അറിയേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സെക്ഷൻ നമ്പർ 115BAC ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെക്ഷൻ നമ്പർ കണ്ടില്ലേ? ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക 115BAC. സെർച്ച് ചെയ്യാം, നോക്കാം. ഓക്കെ, സെക്ഷൻ 115BAC പറ്റി വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ ആദ്യത്തെ പേജിനെ കാണുമ്പോൾ ഇത് സാർ അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ? 2,50,000 ടാക്സ് ഇത് പണ്ടത്തെ അല്ലേ എന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. പുതിയ അമെന്റ്മെന്റ് കാണും, പുതിയ ഡിഫോൾട്ട് ടാക്സ് റെജീം കാണും. ഓക്കെ, അതില് കണ്ടില്ലേ? പക്ഷെ ഇതിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ടാക്സ് റേറ്റ് എത്രയാണെന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുറെ അമെന്റ്മെന്റും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം പറയട്ടെ, നിങ്ങളുടെ ഓക്കെ, ഇതിപ്പോ നമുക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. ആദ്യത്തെ 3 ലക്ഷത്തിന് ടാക്സ് ഇല്ല, പിന്നെ വരുന്ന 3 ലക്ഷം തൊട്ട് 6 ലക്ഷം വരെ 5%, പിന്നെ വരുന്ന ഒരു 3 ലക്ഷത്തിനും 10% വെച്ച് ലാസ്റ്റ് 30%. ഓക്കെ, ഇങ്ങനെയൊക്കെ കണ്ട റേറ്റ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു 115 BAC ഓപ്റ്റ് ചെയ്യുന്നവർക്ക് എന്ത് കിട്ടില്ല, ചില ഡിഡക്ഷൻസ് ഒന്നും കിട്ടില്ല. ആ ഡിഡക്ഷൻസ് എന്തൊക്കെയാണ് കിട്ടാത്തത് നോക്കുമ്പോൾ, ഇത് വായിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവണോ നോക്കി, ഒന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. സാധാരണ ആൾക്കാർക്ക് ഇത് വായിച്ചു നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഇൻകം ടാക്സ് അരച്ച് കലക്കി കുടിച്ച് നല്ല പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഓക്കെ കുറെയൊക്കെ കത്തും. ഇതിനായിട്ട് ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ പ്യുവർ കേസ് ലോ ആണ്, പ്യുവർ ലോ. ഇതില് ചില സെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. 80CCD അറിയാലോ, പെൻഷൻ ചാപ്റ്റർ 60 ഡിഡക്ഷനില്. പിന്നെ 33AB ടീ കോഫി റബ്ബർ സെക്ഷൻ 35CCC അഗ്രികൾച്ചർ എക്സ്പെൻഷൻ. ഇതൊക്കെ കാണാൻ പറ്റും. ഇപ്പൊ വായിച്ചു നോക്കുമ്പോൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കത്തും. ഓക്കെ, സോ നോക്കാം. ഓക്കെ, ഇത് ചുമ്മാ കാണിച്ചു തന്നുള്ളൂ. ഓക്കെ, നമുക്കിത് വിശദമായിട്ട് പറയുമ്പോൾ ചില ഡിഡക്ഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ. ഡിഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സാലറിയിലല്ലേ, സാലറി തൊട്ടിട്ടാണ് ഡിഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സാലറി തൊട്ടിട്ട് IFOs വരെയും ഡിഡക്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ഡിഡക്ഷൻസ് ഉണ്ട്, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്, പിന്നെ ചാപ്റ്റർ 60 ഡിഡക്ഷൻസ് വരെയുണ്ട് അല്ലെ. കുറെ ഡിഡക്ഷൻസ് ഗവൺമെന്റ് ആനുകൂല്യം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടാക്സ് പ്ലാൻ ചെയ്യാൻ വേണ്ടി, ടാക്സ് പ്ലാനിങ്ങിന് വേണ്ടി നമുക്ക് കുറെ ഡിഡക്ഷൻസ് തന്നിട്ടുണ്ട് അല്ലെ. അതില് ചില ഡിഡക്ഷൻസ് ഒന്നും കിട്ടില്ല. അപ്പൊ ഫസ്റ്റ് സാലറിയിലെ ഒന്നാമത്തെ കാര്യം എന്റർടൈൻമെന്റ് അലവൻസ്. എന്റർടൈൻമെന്റ് അലവൻസ് എഴുതിയത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് അലവൻസ്. ഓക്കെ, എന്റർടൈൻമെന്റ് അലവൻസ് എന്താ? എന്റർടൈൻമെന്റ് അലവൻസ് സെക്ഷൻ 16 നമ്മള് സാലറിയുടെ ഫൈനൽ പാർട്ടായപ്പോ, ലാസ്റ്റ് ഭാഗം ആയപ്പോ ഞാൻ പറഞ്ഞിരുന്നു, സെക്ഷൻ 16 പ്രകാരം 3 ഡിഡക്ഷൻസ് കിട്ടും. ഒന്ന് 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, 2 എന്റർടൈൻമെന്റ് അലവൻസ് ഗവൺമെന്റ് എംപ്ലോയീസിനാണ് കിട്ടുക, പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് പ്രൊഫഷണൽ ടാക്സ് ആണ്. അതിൽ ഒന്നാമത്തെ എന്റർടൈൻമെന്റ് അലവൻസ് 115 BAC ഓപ്റ്റ് ചെയ്യുന്നവർക്ക് കിട്ടില്ല. രണ്ടാമത്തത് പ്രൊഫഷണൽ ടാക്സ് കിട്ടില്ല. മൂന്നാമത്തെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടുമോ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. പണ്ട് കിട്ടില്ലായിരുന്നു. ഇപ്പൊ അമെന്റ്മെന്റ് വന്നിട്ട് പറയാണ്, അമെന്റ് ചെയ്തിട്ട് പറയാണ് എന്ത്, ഡിഫോൾട്ട് ടാക്സ് റെജിം ഓപ്റ്റ് ചെയ്യുന്ന സെക്ഷൻ 115 ഓപ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് എന്ത് കിട്ടും, എന്തെടുക്കാം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടുള്ള സാലറിയുടെ 50,000 രൂപ എടുക്കാം. ഓക്കെ, അപ്പൊ രണ്ടാണ് എടുക്കില്ല, എന്റർടൈൻമെന്റ് അലവൻസും പ്രൊഫഷണൽ ടാക്സും എടുക്കില്ല. ഇനി സെക്ഷൻ 10 ക്ലോസ് 5. സെക്ഷൻ 10 ക്ലോസ് 5 എന്താണ്? സെക്ഷൻ 10 ക്ലോസ് 5 ലീവ് ട്രാവൽ കൺസെഷൻ എന്താണെന്ന് ഓർമ്മയില്ലാത്തവർ ബുക്ക് എടുക്കുക, ഇപ്പൊ തന്നെ നോക്കുക. ഇങ്ങനെയാണ് ഇൻകം ടാക്സ് പഠിക്കുക. ഒരു സെക്ഷൻ കാണും, നമ്മൾ മറന്നിട്ടുണ്ടാവും, പ്രൊവിഷൻ മറന്നിട്ടുണ്ടാവും, നേരെ ബുക്ക് എടുക്കുക, എന്താണെന്ന് മനസ്സിലാക്കുക. ലീവ് ട്രാവൽ കൺസെഷൻ എന്തിനുണ്ട്? പെർക്വിസിറ്റിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. എയറോപ്ലെയിന് അത് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, നോക്കി നോക്കാം. ഓക്കെ, ഇനി സെക്ഷൻ 3A എന്താണ്? സെക്ഷൻ 3A HRA ഹൗസ് റെന്റ് അലവൻസ് അറിയാലോ. ചില ലിമിറ്റ് പ്രകാരം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഹൗസ് റെന്റ് അലവൻസിന് എന്ത് കിട്ടുന്നുണ്ട്, ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. അതൊന്നും ഇവിടെ കിട്ടില്ല. ഹൗസ് റെന്റ് അലവൻസിന് ഡിഡക്ഷനേ എടുക്കാൻ പറ്റില്ല, അറിയാലോ. ഓക്കെ, ഇനി സെക്ഷൻ 10 ക്ലോസ് 14 ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 10 ക്ലോസ് 14 പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? അലവൻസിന്റെ ഡിഡക്ഷൻസ് ചില അലവൻസിന് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ അപ് ടു എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാവൽ അലവൻസ്, യൂണിഫോം അലവൻസ്. കമ്പനിയില് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ IBF അക്കാദമിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ നിർബന്ധമായിട്ടും എന്താ യൂണിഫോം ധരിച്ചിരിക്കണം എന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാഫിന്റെ ആരാണ് പറയുന്നത്, യൂണിഫോം ധരിക്കണം. ഈ യൂണിഫോമിന് വേണ്ടിയുള്ള പൈസ ആര് കൊടുക്കാണ്? ക്യാഷ് ആര് കൊടുക്കാണ്? എംപ്ലോയിക്ക് കൊടുക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ യൂണിഫോം തയ്പ്പിക്കാൻ വന്ന പൈസ, യൂണിഫോം ഉണ്ടാക്കാൻ വന്ന പൈസ, അത് എത്രയാണോ അവിടെ വരെ എക്സംഷൻ എടുക്കാം. ബാക്കി എക്സസ് ആയിട്ട് എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ടാക്സബിൾ. ഇത് പഠിച്ചിരുന്നു അല്ലെ. അതൊക്കെ ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 10 ക്ലോസ് 14 അല്ലെ. കൺവെയൻസ് അലവൻസ് ഇതൊക്കെ ഇവിടെ പറയുന്നത് സെക്ഷൻ 10 ക്ലോസ് 14 പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ മാറ്റി വെച്ചാൽ സ്പെസിഫൈഡ് ലിമിറ്റ് വരെയും എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിൽഡ്രൻ അലവൻസ് ഡിഡക്ഷൻ കിട്ടും. അതൊക്കെയാണ് പറയുന്നത് എന്ത്, സെക്ഷൻ 10 ക്ലോസ് 14 അല്ലെ. ഈ സെക്ഷൻ 10 ക്ലോസ് 14 ഒരു ഡിഡക്ഷൻസും എക്സംഷൻ എടുക്കാൻ പറ്റില്ല.
സെക്ഷൻ 10 ക്ലോസ് 14 എന്താണ് ഡിഡക്ഷൻ അപ് ടു specified limit or എന്താ or actual expense. ഓർക്കുന്നില്ലേ സാലറിയിലെ ഇത് കിട്ടില്ല എക്സെപ്റ്റ് താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, സെക്ഷൻ 10 ക്ലോസ് 14 എന്താ പറയുന്നത്? ഡിഡക്ഷൻ അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ് ഉണ്ട്, ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതില് ചില കാര്യങ്ങളൊന്നും അതിൽ ചില ആ ഡിഡക്ഷനില് ഐ മീൻ സെക്ഷൻ 10 ക്ലോസ് 14 ഡിഡക്ഷനില് സ്പെസിഫൈഡ് ലിമിറ്റ് ആയിക്കോട്ടെ ആക്ച്വൽ എക്സ്പെൻസ് ആയിക്കോട്ടെ ഒരു ഡിഡക്ഷനും കിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ യൂണിഫോം അലവൻസ് അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. ഓക്കെ, ഇതൊന്നും എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ താഴെ പറയുന്നതൊക്കെ എടുക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ട്രാവൽ അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒഫീഷ്യൽ പർപ്പസിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, ട്രാവൽ അലവൻസ് കിട്ടുന്നു അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ വരെ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. ഇതെവിടെ വരുന്നത്? ആക്ച്വൽ എക്സ്പെൻസിലല്ലേ? ആക്ച്വൽ എക്സ്പെൻസ് വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ എടുക്കാൻ പറയുന്ന സെക്ഷൻ അല്ലേ? അതില് സെക്ഷൻ 10 ക്ലോസ് 14 പറ്റില്ല എന്ന് പറഞ്ഞു. സെക്ഷൻ 10 ക്ലോസ് 14 ഡിഡക്ഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്തെടുക്കാം? ട്രാവൽ അലവൻസ് എടുക്കാം. എക്സംഷൻ ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എടുക്കാം. ട്രാവൽ അലവൻസ് എടുക്കാം, ഡെയിലി അലവൻസ് എടുക്കാം. അതിനു മുമ്പ് ഡെയിലി അലവൻസ് ആക്ച്വൽ എക്സ്പെൻഡിച്ചേഴ്സിന്റെ കാര്യത്തിൽ പറഞ്ഞു. ഡെയിലി അലവൻസ് എടുക്കാം. കൺവെയൻസ് അലവൻസ് പിന്നെ പറയാണ് ട്രാൻസ്പോർട്ട് അലവൻസ്. ഈ ട്രാൻസ്പോർട്ട് അലവൻസ് എവിടെ വരുന്നത്? സ്പെസിഫൈഡ് ലിമിറ്റ് വരെ നിങ്ങൾക്ക് എന്ത് എടുക്കാൻ പറ്റും? എക്സ്പെൻഡിച്ചർ എടുക്കാൻ പറ്റും. ട്രാൻസ്പോർട്ട് അലവൻസ് ആർക്കാണിത്? ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, ഇപ്പൊ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാര്, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാര്, അവർക്കൊക്കെ 3200 പെർ മന്ത് ഇല്ലേ സ്പെസിഫൈഡ് ലിമിറ്റ് വരെ ഡിഡക്ഷൻ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ? അവർക്ക് ഇത് എടുക്കാം. ഓക്കെ, ട്രാൻസ്പോർട്ട് അലവൻസിന് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ ആണോ? അതുപോലെ തന്നെ അലവൻസ് പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ. സെക്ഷൻ 10 ക്ലോസ് 7 ഇതില് അലവൻസ് പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളുടെ ഈ എംബസിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ, ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലേ. അപ്പൊ ഗവൺമെന്റ് എംപ്ലോയീസിന് ഗവൺമെന്റ് എന്ത് കൊടുക്കുന്നു? അലവൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ എക്സംഷൻ ആണെന്ന് പറഞ്ഞിരുന്നു, പഠിച്ചിരുന്നു. അത് ഇവർക്ക് 115 BAC ഓപ്റ്റ് ചെയ്താലും എംബസിയിൽ വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് എംപ്ലോയീസിനും എന്തെടുക്കാൻ പറ്റും? ഈ ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. സോ സെക്ഷൻ 10 ക്ലോസ് 14 പറയുന്നത് സ്പെസിഫൈഡ് ലിമിറ്റും ആക്ച്വൽ എക്സ്പെൻഡിച്ചറും ഉള്ള ഡിഡക്ഷൻസ് എടുക്കാൻ പറ്റില്ല. പക്ഷെ താഴെ പറയുന്നതിനൊക്കെ എടുക്കാം. ട്രാവൽ അലവൻസിന് എടുക്കാം, ഡെയിലി അലവൻസ് എടുക്കാം, കൺവെയൻസ് അലവൻസിന് എടുക്കാം, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് അലവൻസിന് എടുക്കാം, അലവൻസ് പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ ഇവർക്കും എടുക്കാം. ഓക്കെ ആണോ? സാലറിയുടെ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? IFHP-ലേക്ക് പോകാം. അടുത്തത് IFHP-യിലെ ചില ഡിഡക്ഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ആദ്യത്തെ ഡിഡക്ഷൻ ആണ് സെക്ഷൻ 24 ക്ലോസ് ബി. എന്താ? ഇൻട്രസ്റ്റ് അല്ലേ? പക്ഷെ ഫുൾ ഇൻട്രസ്റ്റ് അല്ല. ഇൻട്രസ്റ്റ് ഫോർ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. ഇൻട്രസ്റ്റ് ഫോർ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഇത് എടുക്കാൻ പറ്റില്ല. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ആയിട്ട് സെക്ഷൻ 24B എടുക്കാൻ പറ്റില്ല. ഓക്കെ ആണോ? ഓക്കെ. മാത്രമല്ല സെൽഫ് ഓക്യുപ്പൈഡ് ഇതിന്റെ ലോസ് ഉണ്ടാവുമല്ലോ, ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് വേറെ ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നും കൂടി ഉണ്ട്, മനസ്സിലാക്കി വെക്കാം. ഇനി എന്റെ ചോദ്യം ഇതാണ്. ഗ്രാറ്റുവിറ്റിയിൽ ഡിഡക്ഷൻ പറയുന്നുണ്ടല്ലോ, എടുക്കാൻ പറ്റുമോ?
പെൻഷനിലെ ഡിഡക്ഷൻസ് പറയുന്നുണ്ട്. പെൻഷനിലെ ഡിഡക്ഷൻസ് പറയുന്നുണ്ട്. എടുക്കാൻ പറ്റും. റിട്രീച്ച്മെന്റ് കോമ്പൻസേഷൻ VRS എടുക്കാൻ പറ്റും. ഇതിൽ കുറെ ഡിഡക്ഷൻസ് പഠിച്ചിട്ടില്ലേ? എടുക്കാൻ പറ്റുമോ? പറ്റും. കാരണം എടാ സാലറിയുടെ അവിടെ നോക്ക്, ഞാൻ എന്തൊക്കെ എടുക്കണ്ടെന്ന് പറഞ്ഞത്. എന്റർടൈൻമെന്റ് അലവൻസ് എടുക്കരുത്, പ്രൊഫഷണൽ ടാക്സ് എടുക്കരുത്, ലീവ് കൺസെഷൻ എടുക്കരുത്, ലീവ് ട്രാവൽ കൺസെഷൻ എടുക്കരുത്, HR എടുക്കരുത്. പിന്നെ പറയുന്നത് എന്താ? ഡിഡക്ഷൻ സ്പെസിഫൈഡ് ലിമിറ്റിലുള്ളത് ആക്ച്വൽ എക്സ്പെൻസ് ഉള്ള ഡിഡക്ഷൻസ് എന്ന് പറയുന്നുണ്ട് സെക്ഷൻ 10 ക്ലോസ് 14 സെക്ഷൻ 10 ക്ലോസ് 14 പ്രകാരം അലവൻസ്, നിങ്ങൾക്ക് അലവൻസ് കിട്ടുമ്പോൾ സ്പെസിഫൈഡ് ലിമിറ്റ് വരെ നിങ്ങൾക്ക് എന്തെടുക്കാം? ഡിഡക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസ് വരെ ഡിഡക്ഷൻ എടുക്കാം. സെക്ഷൻ 10 ക്ലോസ് 14 വീണ്ടും പറയുന്നു, അലവൻസ് കിട്ടുമ്പോൾ സ്പെസിഫൈഡ് ലിമിറ്റ് വരെ അല്ലെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസ് വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ എടുക്കാം എന്നുണ്ടായിരുന്നു. പക്ഷേ സെക്ഷൻ 115 BAC ഓപ്റ്റ് ചെയ്യുന്നവർക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ എടുക്കാം. സെക്ഷൻ 10 ക്ലോസ് 14 സ്പെസിഫൈഡ് ലിമിറ്റും ആക്ച്വൽ എക്സ്പെൻസും എടുക്കാൻ പറ്റില്ല. പക്ഷെ താഴെ പറയുന്ന ഡിഡക്ഷൻസ് എടുക്കാം. ട്രാവൽ അലവൻസ്, ഡെയിലി അലവൻസ്, കൺവെൻഷൻ അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, അലവൻസ് പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ എടുക്കാം. ഓക്കെ, അപ്പോ ഇതില് ഗ്രാറ്റുവിറ്റിയും പെൻഷനും ഒക്കെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എടുക്കാം. എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് മാത്രം എടുക്കാണ്ടിരുന്നാൽ മതി. ഓക്കെ, ഇനി IFHP കഴിഞ്ഞു. അടുത്ത എന്താണ്? IFHP ഓക്കെ, IFOS ഡിസ്കസ് ചെയ്യാം. ഇനി PGBP എഴുതാം. PGBP ഇത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, അതിന്റെ റെക്കോർഡിങ്സ് അയച്ചു തരാം. സെക്ഷൻ 10AA. സെക്ഷൻ 10AA ഡിഡക്ഷൻ അപ്ലിക്കബിൾ ഫോർ സെസ് യൂണിറ്റ് ആണ്. ഡിഡക്ഷൻ അപ്ലിക്കബിൾ ഫോർ സെസ് യൂണിറ്റ് ആണ്. അതായത് സെസ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് GST വരെ 0 റേറ്റഡ് ടാക്സ് ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സെസ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടുന്നുണ്ട്? കുറെ ഡിഡക്ഷൻസ് കിട്ടുന്നുണ്ട്. അതെന്താണ് ഞാൻ എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ ലെങ്ത് കൂടും. ഓക്കെ, ലെങ്ത് കൂടിയാൽ കാണാൻ നിങ്ങൾക്ക് മടിയായിരിക്കും. സോ അടുത്തത് PGBP അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല. സെക്ഷൻ 32 ക്ലോസ് 1. ഓക്കെ, അഡീഷണൽ ഡിപ്രീസിയേഷൻ എഴുതിക്കോളൂ. അഡീഷണൽ ഡിപ്രീസിയേഷൻ അറിയാലോ. 20% മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ ടി അല്ല, നമ്മളെന്താ പവർ ജനറേഷൻ, അവർക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ എടുക്കാം. ഇവിടെ എടുക്കാൻ പറ്റില്ല 115 BAC. ഓക്കെ, അടുത്തത് സെക്ഷൻ 33AB. സെക്ഷൻ 33AB എന്താണ്? ടീ, കോഫി, റബ്ബർ എടുക്കാൻ പറ്റില്ല. ടീ, കോഫി, റബ്ബർ എടുക്കാൻ പറ്റുമോ? ടീ, കോഫി, റബ്ബർ ഡിഡക്ഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല, PGBP. ഓക്കെ, അടുത്തത് സെക്ഷൻ 35. ഇത് ശ്രദ്ധിക്കുക. സെക്ഷൻ 35 എന്താണ്? സയന്റിഫിക് റിസർച്ച്. സയന്റിഫിക് റിസർച്ചിന്റെ എല്ലാ ഡിഡക്ഷനും എടുക്കാൻ പറ്റില്ല എന്നല്ല, രണ്ട് രീതിയിലുണ്ട്. ഇൻഹൗസും ഉണ്ട്, നമ്മളായിട്ട് തന്നെ ചെയ്യുന്ന സയന്റിഫിക് റിസർച്ച് ഉണ്ട് അല്ലെ. ഇൻഹൗസും ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട്സോഴ്സ് ചെയ്യും അല്ലെ, കോൺട്രിബ്യൂട്ട് ചെയ്യും. എവിടെ? യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളായിട്ട് ചെയ്യാതെ യൂണിവേഴ്സിറ്റിയിലെ സയന്റിഫിക് റിസർച്ചിന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ, അതുപോലെ തന്നെ അതർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻഹൗസ് ചെയ്യാതെ ഔട്ട്സോഴ്സ് ചെയ്യാറില്ലേ? കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാറില്ല സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട്. യൂണിവേഴ്സിറ്റിയില്, അതുപോലെ തന്നെ കോളേജ്, ഇവിടൊക്കെ ഗവൺമെന്റ് അപ്രൂവൽ ആയിട്ടുള്ള സെന്റേഴ്സ്, ഇവിടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരെ ചെലവാക്കുമ്പോൾ നമ്മൾക്ക് സെക്ഷൻ 35 ഡിഡക്ഷൻ എടുക്കാമെന്ന് പഠിച്ചിരുന്നു അല്ലെ. അതില് ഇൻഹൗസിന്റെ ഡിഡക്ഷൻ കിട്ടും. നിങ്ങളായിട്ട് തന്നെ സയന്റിഫിക് റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ എടുക്കാം. നിങ്ങളായിട്ട് തന്നെ സയന്റിഫിക് റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എടുക്കാം? ഡിഡക്ഷൻ എടുക്കാം. പക്ഷെ നിങ്ങൾ കോളേജോ യൂണിവേഴ്സിറ്റിക്കോ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെടുക്കാൻ പറ്റില്ല? ഇത് അലൗഡ് അല്ല. ഇത് അലൗഡ് ആണ്. ഇൻഹൗസ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ സ്വന്തം സയന്റിഫിക് റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലോ കോളേജിനോ ഒക്കെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള, നോട്ടിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? സയന്റിഫിക് റിസർച്ചിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല, ഡിഡക്ഷൻ കിട്ടില്ല. ഇൻഹൗസിന് കിട്ടും, യൂണിവേഴ്സിറ്റി കോളേജ് ഇതിന് കിട്ടില്ല. ഓക്കെ ആണോ? സെക്ഷൻ 35 clause 1 to A or 35 to AA. സെക്ഷൻ കണ്ടിട്ട് പേടിക്കണ്ട, അടിയിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ എഴുതാം. ഡിഡക്ഷൻ in respect of contribution
contribution to deduction in respect of contribution to ആദ്യം എഴുതാം section 35(1)(11) എഴുതാം notified approved research association അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് സയന്റിഫിക് റിസർച്ചിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് മേലെ വരെയും 100% കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ കിട്ടുമോ? ഇല്ല. ഇവിടെ ഒരു ഡിഡക്ഷനും കിട്ടില്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയാലും ശരി നോർമൽ ആയാലും ശരി ഇവിടെ എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. അടുത്തത് എഴുതാം സെക്ഷൻ 35(1) clause 11A. ഇത് തന്നെയാണ് പറയുന്നത്. കുറെ വലിച്ചു വരെ എഴുതുന്നില്ല. അപ്രൂവ്ഡ് ഇന്ത്യൻ കമ്പനി ഓർ സയന്റിഫിക് റിസർച്ച്. അപ്രൂവ്ഡ് ഇന്ത്യൻ കമ്പനി നിങ്ങളുടെ കമ്പനി അല്ല, ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഇന്ത്യൻ കമ്പനിക്കാണ് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. അടുത്ത എഴുതാം നോട്ടിഫൈഡ് അപ്രൂവ്ഡ് റിസർച്ച് സെന്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സെക്ഷൻ 35(2AA) ചുമ്മാ എഴുതുക, എന്നാലും മനസ്സിലായ കാര്യമാണ്, എന്നാലും എഴുതിക്കോളൂ. അപ്രൂവ്ഡ് നാഷണൽ ലബോറട്ടറി യൂണിവേഴ്സിറ്റി IIT എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. IIT അതുപോലെ തന്നെ സ്പെസിഫൈഡ് പേഴ്സൺ ഓഫ് സയന്റിഫിക് റിസർച്ച് അപ്രൂവ്ഡ് പ്രോഗ്രാം. ഓക്കെ ഇത് ഇവർക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഡിഡക്ഷൻ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും കിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇൻഹൗസ് ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, കുഴപ്പമില്ല. ഡസന്റ് മാറ്റർ. ഓക്കെ, ഇത് മനസ്സിലായോ? സെക്ഷൻ 35. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാറുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇനി അടുത്തത് ശ്രദ്ധിക്കുക. അടുത്തത് സെക്ഷൻ 35AD. അടുത്ത ഡിഡക്ഷൻ ആണ് പറയാൻ പോകുന്നത്. സെക്ഷൻ 35AD ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ മേലെ AD സ്പെസിഫൈഡ് ബിസിനസ് അല്ലെ, സ്പെസിഫൈഡ് ബിസിനസ് ചെയ്യുന്നവർക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ മേലെ ഡിഡക്ഷൻ കിട്ടുമായിരുന്നു. ഇപ്പൊ കിട്ടുമോ? ഇല്ല. സ്പെസിഫൈഡ് ബിസിനസിന് കിട്ടില്ല. ഓക്കെ ആണോ? സെക്ഷൻ 35AD പ്രകാരം സ്പെസിഫൈഡ് ബിസിനസിന് കിട്ടുമായിരുന്നു. ഇപ്പൊ കിട്ടുമോ? ഇല്ല. ഓക്കെ ആണോ? യെസ്. അടുത്തത് എഴുതാം സെക്ഷൻ 35CC. സെക്ഷൻ 35CC ഡിഡക്ഷൻ ഫോർ എക്സ്പെൻഡിച്ചർ ഓൺ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ. ഡിഡക്ഷൻ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ എഴുതിക്കും. ഡിഡക്ഷൻ എന്നാലും എന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര മോശമായിരിക്കും ഈ സാഹചര്യത്തിൽ എഴുതുമ്പോൾ. അപ്പോൾ പറഞ്ഞുതരാം. ഡിഡക്ഷൻ ഫോർ എക്സ്പെൻഡിച്ചർ ഓൺ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രോഗ്രാം. ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല, സെക്ഷൻ പഠിക്കാൻ പറഞ്ഞിട്ടായിരുന്നു. ഡിഡക്ഷൻ ഫോർ എക്സ്പെൻഡിച്ചർ ഓൺ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രോഗ്രാം. ഓക്കെ. ഇനി IFOസിലുള്ള ഡിഡക്ഷൻ, ശരിക്കും IFOസിലുള്ളത് ഓക്കെ നോക്കാം. IFOs നമ്മള് അലവൻസ് ഫോർ MLA MP അറിയില്ലേ? അലവൻസ് ഫോർ MLA or MP. MLAക്ക് MPക്ക് അലവൻസ് കിട്ടുമ്പോൾ എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞിരുന്നു, സാലറിയിൽ പഠിച്ചിരുന്നു. മാത്രല്ല MLAക്കും MPക്കും എന്തെങ്കിലും കിട്ടിയാൽ അത് സാലറി അല്ല, IFOs ആണെന്നും പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ MLA MPക്കൊക്കെ ഇത് കിട്ടുമ്പോൾ അലവൻസ് ഡിഡക്ഷൻ ആണെന്നൊക്കെ പഠിച്ചിരുന്നു. പക്ഷെ MLA MP ഒക്കെ എന്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 115 BAC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടില്ല? അലവൻസിന്റെ മേലെ ഡിഡക്ഷൻ കിട്ടില്ല. ഇനി പറയാൻ പോകുന്നത് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിലുള്ള ഒരു സംഭവമാണ്. എന്താണ്? അലവൻസ് ഫ്രം ഇൻകം ഓഫ് മൈനർ. ഇത് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ക്ലബിങ്ങിലുള്ളതാണ്. ഇൻകം ഓഫ് മൈനർ ക്ലബിങ്ങിലുള്ളതാണ്. സെക്ഷൻ 10 clause 32. എന്താണ്?
എടാ പാരന്റ്സിന്റെ കൂടെ മൈനറിനെ ഇൻകം ക്ലബ് ചെയ്യുമ്പോ 1500 ഓക്കെ 1500 പെർ ചിൽഡ്രനെ വെച്ചിട്ട് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടില്ലേ? എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇത് ഓക്കെ ആണോ? സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡില് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് അല്ല, സോറി, ക്ലബിംഗിൽ പഠിച്ചിട്ടുള്ളതാണ്. പാരന്റിന് കൂടെ മൈനറിന്റെ ഇൻകം ക്ലബ് ചെയ്യുമ്പോൾ 1500 കിട്ടും, ഡിഡക്ഷൻ കിട്ടും. ഇവിടെ കിട്ടുമോ? കിട്ടില്ല. സെക്ഷൻ 115 BAC ഓപ്റ്റ് ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ കിട്ടില്ല. ആര്? പാരന്റ് ഓപ്റ്റ് ചെയ്യണം. ഓക്കെ, അല്ലാണ്ട് മൈനർ അല്ല. മൈനറിന് ഓക്കെ ടാക്സിബിൾ അല്ല, പാരന്റിനാണ് ടാക്സിബിൾ. ഓക്കെ, കൈ ഓഫ് ഫോഴ്സ് കഴിഞ്ഞു. ഇനി ചാപ്റ്റർ 6A ഡിഡക്ഷൻ എഴുതാം. The last one, chapter 6A deduction. Chapter 6A deduction എഴുതാം. All deduction under section chapter 6A. All deduction. Chapter 6A ലെ എല്ലാ ഡിഡക്ഷൻ, all deduction under section chapter 6A ലുള്ള എല്ലാ ഡിഡക്ഷൻസിനും എക്സെപ്ഷൻ കിട്ടില്ല. എക്സെപ്റ്റ് താഴെ പറയുന്നതിന് കിട്ടും. താഴെ പറയുന്നതിന് കിട്ടും. 80 CCD clause 2 employer contribution to pension scheme അല്ലെ? employer contribution to pension scheme 80 CCD clause 2 കിട്ടും. ഓക്കെ ആണോ? ഇനി 80 CCH clause 2 അഗ്നിപത്ത് സ്കീം ഞാൻ സാലറിയുടെ അമെന്റ്മെന്റ് അയച്ചു തന്നിട്ടുണ്ട്, അത് കണ്ടതിന് ശേഷം ഇത് കാണാം. ഓക്കെ, സെക്ഷൻ 80 CCH clause 2 പ്രകാരം നമ്മള് അഗ്നിവീർ, യെസ്, അഗ്നിവീറിന് കിട്ടില്ല. അഗ്നിവീർ എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരൻ 21 വയസ്സിലെ പട്ടാളത്തിൽ ജോയിൻ ചെയ്യുന്നു, 4 വർഷം സർവീസ് നടത്തി കഴിഞ്ഞാൽ പെൻഷനായി, അതായി ഇതായില്ലേ. ഈ പെൻഷന്റെ കാര്യങ്ങളൊന്നുമല്ല 80 CCH പറയുന്നത്. 80 CCH എന്ന് പറയുന്നത് അഗ്നിവീർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അഗ്നിവീർ സ്കീം ഉണ്ട് അല്ലെ? അതായത് പട്ടാളക്കാരൻ ജോലിക്ക് പോകുമ്പോൾ അവന്റെ പേരിൽ ഈ അവന്റെ എമൗണ്ടിന്റെ കുറച്ച് ശതമാനം, 30%, അതുപോലെ തന്നെ അതേ എമൗണ്ട് തന്നെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യും? അവന്റെ പേരിൽ തന്നെ അഗ്നിവീർ സ്കീമിലേക്ക് എന്ത് ചെയ്യും? കോൺട്രിബ്യൂട്ട് ചെയ്യും. അതില് ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ആണ് എന്ത്? 80 CCH clause 2 ചാപ്റ്റർ 6 ഡിഡക്ഷനിൽ ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. ആദ്യം ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ സാലറിയിൽ ടാക്സബിൾ ആയിട്ട് കാണിക്കണം, എന്നിട്ട് ഡിഡക്ഷൻ ആയിട്ട് എടുക്കണം. ചാപ്റ്റർ 6 ഡിഡക്ഷൻ ആയിട്ട് എടുക്കാമെന്ന് പഠിച്ചിരുന്നു. ഇവിടെ എന്തെടുക്കാൻ പറ്റും? 80 CCH clause 2 പ്രകാരം ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, ഒന്നുമില്ല, ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, അഗ്നിവീറിലേക്ക് ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 115 BAC ഓപ്റ്റ് ചെയ്താലും എന്ത് എടുക്കാൻ പറ്റും? ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. പക്ഷെ 80 CCH clause 1 ഉണ്ട്. അഗ്നിവീർ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല. ഇതെടുക്കാം, 80 CCH clause 2 എടുക്കാം. ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ സാലറി തന്നെ കാണണം, അമെന്റ്മെന്റ് കാണണം, ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഓക്കെ, ഇനി 80 JJA എന്നാന്ന് മനസ്സിലായോ? 30% പുതിയൊരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ എംപ്ലോയിയുടെ പേറോള് അല്ലെങ്കിൽ സാലറി നോർമൽ സാലറിനേക്കാൾ അഡീഷണലി 30% എടുക്കാൻ പറ്റും. എത്ര വർഷം? 3 വർഷത്തേക്ക്. പുതിയ എംപ്ലോയി വന്നതിന്റെ 3 വർഷത്തേക്ക് ആ എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറിയുടെ 30% കൂടുതൽ എന്ത് എടുക്കാൻ പറ്റും? 80 JJA പ്രകാരം ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. ചാപ്റ്റർ 6 ഡിഡക്ഷനിൽ എടുത്തതാണ്. ഇത് ഇവിടെ എടുക്കാം എന്നാണ്. എല്ലാ ഡിഡക്ഷനും എടുക്കാൻ പറ്റില്ല, പക്ഷെ ഈ 3 കാര്യങ്ങളും എടുക്കാം. ഓക്കെ ആണ്? ഇത്രയുള്ള കാര്യങ്ങളൊക്കെ എന്താ ജസ്റ്റ് മനസ്സിലാക്കുക, പഠിക്കുക, നല്ല രീതിയിൽ പഠിച്ചു പോവുക. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞതാണ്, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. നിങ്ങള് 115 എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PGBP ഹാവ് PGBP ഇൻകം ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് PGBP ഇൻകം ഉണ്ടെന്ന് വിചാരിക്കുക. PGBP ഇൻകം ഉള്ള SSC ആണെന്നുണ്ടെങ്കിൽ വൺസ് 115 BAC ഓപ്റ്റ് ചെയ്താൽ, 115 BAC എടുത്താൽ സബ്സീക്വന്റ് ഇയറിൽ തുടർച്ചയുള്ള വർഷങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം എന്നാണ്. എന്ത് ചെയ്യാൻ പറ്റില്ല? നോർമലിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് നോട്ട് ഹാവ് PGBP ഇൻകം, നിങ്ങൾക്ക് PGBP ഇൻകം ഇല്ല എന്ന് വിചാരിക്കുക. 115 BAC എടുത്താൽ അടുത്ത വർഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് PGBP ഇൻകം ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ 115 BAC എടുത്തു, പിന്നെ തുടർച്ചയായിട്ടുള്ള എല്ലാ വർഷങ്ങളിലും 115 BAC എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾക്ക് PGBP ഇൻകം ഇല്ല,
നിങ്ങൾക്ക് PGBP ഇൻകം ഇല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അടുത്ത വർഷം വേണമെങ്കിൽ നോർമലിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണോ? ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ?